അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി MBA പരീക്ഷയുടെ ഉത്തരക്കടലാസ് കാണാതായതിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ DGPക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷ വീണ്ടും നടത്തുന്നതിൽ അന്തിമ തീരുമാനം മറ്റന്നാൾ ചേരുന്ന യോഗത്തിലാണ് ഉണ്ടാവുക. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, വീണ്ടും പരീക്ഷ നടത്തുക എന്നതല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല. ഒരു കാര്യം, മറ്റൊന്ന് ഉത്തരക്കടലാസ് അധ്യാപകന്റെ കയ്യിൽ നഷ്ടപ്പെട്ടത് കണ്ടെത്തണം. അതിനുള്ള എന്തൊക്കെ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഷഫീദ്? വിജയകുമാർ, ഗുഡ് മോർണിംഗ്. വിജയകുമാർ, വിചിത്രമായ സംഭവങ്ങളാണ് കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം പറഞ്ഞ ഏതാണ്ട് 2 മാസത്തോളം കാലം കേരള സർവകലാശാല തന്നെ ഈ വിവരം പൂഴ്ത്തിവെച്ചു. അതായത് 71 വിദ്യാർത്ഥികളുടെ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ അധ്യാപകന്റെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം സർവകലാശാല തന്നെ പൂഴ്ത്തിവെച്ചു എന്നുള്ള ആക്ഷേപമടക്കം ശക്തവുമാണ്. ഏതായാലും വിജയകുമാർ സൂചിപ്പിച്ച ഒന്നാമത്തെ കാര്യം, പരീക്ഷ നടത്തുകയെന്നല്ലാതെ മറ്റു മാർഗം ഇനി സർവകലാശാലയ്ക്ക് മുൻപിലില്ല. മാത്രവുമല്ല, 71 വിദ്യാർത്ഥികളിൽ ഇവരുടെ കോഴ്സ് അടക്കം അവസാന സെമസ്റ്റർ പരീക്ഷയും കഴിഞ്ഞതുറ വിദ്യാർത്ഥികളൊക്കെ നാട്ടിൽ തന്നെ ഉണ്ടോ, വിദേശത്താണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ ഇത് പ്രാക്ടിക്കലാക്കുമെന്നുള്ള ആശങ്ക അതുണ്ട്. മാത്രവുമല്ല, ഏത് ഡേറ്റ് ആ വിഷയത്തിൽ എടുക്കും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ DGPക്ക് ഒരു പരാതി നൽകിയത്. ആ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പറഞ്ഞ സാഹചര്യത്തിലാണ് പോലീസ് ഈ വിഷയം അന്വേഷിക്കുന്നത്. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ താൽക്കാലിക അധ്യാപകനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട്. ഭാവിയിൽ മൂല്യനിർണ്ണയ ചുമതലയിൽ നിന്ന് മാറ്റുന്നതിനൊപ്പം പ്രത്യേകം നിശ്ചയിച്ച പരീക്ഷയുടെ മുഴുവൻ ചെലവും ഈ അധ്യാപകൻ മുടക്കേണ്ടി വരും. കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിരുന്നു. എന്നാൽ എന്നാണ് ഈ പരീക്ഷ നടത്തുക, തുടർ നടപടികൾ ഇക്കാര്യത്തിൽ എന്ത് എന്നുള്ള കാര്യം ചൊവ്വാഴ്ച VC ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.